പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള ശ്രോതാക്കളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ഇന്ന് നമ്മൾ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു വർ-റഹ്മാനുർ റഹീം എന്ന മഹൽ വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചതുപോലെ ഈ വിശുദ്ധ വചനം അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഅ്ബം, അള്ളാഹുവിനുള്ള അതിമഹനീയമായ ആ നാമത്തെ ഉൾക്കൊള്ളുന്ന നാമമാണെന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. ഇസ്മുല്ലാഹിൽ അഅ്ബം ഈ ആയത്തിൽ ഉൾക്കൊണ്ടത് എന്താണ് ഈ ഇസ്മുല്ലാഹിൽ അഅ്ബം? അതിൻ്റെ പ്രത്യേകത എന്തിനാണ് നമ്മൾ ഈ ആയത്തോതി നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പ്രസ്തുത നാമമുണ്ടെന്ന് പറഞ്ഞതിനെ പ്രത്യേകം ഒരു വായനക്കെടുക്കുന്നത്? ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അതൊക്കെ പഠിച്ചു പോകാം. അർ റഹ്മാൻ, അർ റഹീം എന്നീ രണ്ട് നാമങ്ങൾ സവിസ്തരം നമ്മൾ പഠിച്ചു പോയതാണ്. വിശുദ്ധ ഖുർആൻ്റെ ആരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാമങ്ങളെ ആവർത്തിച്ചാണ് ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മലയിലും പിന്നെ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുമ്പോൾ ആ ആരംഭത്തിലും അർ റഹ്മാനുർ റഹീം എന്നത് ആവർത്തിക്കപ്പെട്ടു. മലായവൻ്റെ റഹ്മത്ത്, കാരുണ്യം, കനിവ് എന്ന വിശേഷണത്തെയാണ് ഈ രണ്ട് നാമങ്ങളും അർത്ഥമാക്കുന്നത്. അതെങ്ങനെ അർത്ഥമാക്കുന്നു? അർ റഹ്മാൻ എന്ന നാമം അതിൻ്റെ സവിശേഷത എന്ത്, അർ റഹീം എന്ന നാമം അതിൻ്റെ സവിശേഷത എന്ത് എന്നതൊക്കെ സവിസ്തരം അന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ആയത്തിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ ഉലുഹിയത്തും ഇലാഹിയത്തും അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ആരാധ്യത, അള്ളാഹു ആരാധ്യൻ എന്നുള്ള വിഷയം 3 തവണ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം ഈ ആയത്തിൽ പരാമൃഷ്ടമായി. വ ഇലാഹുക്കും ഇലാഹു വാഹിദ്. തുടർന്ന് ലാ ഇലാഹ ഇല്ലാഹു. അപ്പോൾ ഇലാഹ് എന്ന നാമം 3 തവണ ഇവിടെ വന്നു. ആയത്തിൻ്റെ തുടക്കം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, അള്ളാഹുവിനുള്ള മഹത്വം, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഗൗരവം, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ പൊരുളും ആശയവും അറിയുമ്പോൾ മനസ്സിലാക്കുന്നത്. ആയത്തിൻ്റെ തുടക്കം അതിൻ്റെ ആശയത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ആയത്തിൻ്റെ ഒടുക്കം അള്ളാഹുവിൻ്റെ കനിവിനെയും കാരുണ്യത്തെയും ഉണർത്തി ആഗ്രഹം ജനിപ്പിക്കും വിധം, താല്പര്യം പെരുപ്പിക്കും വിധം ഇങ്ങനെ അവസാനിപ്പിക്കുകയുണ്ടായി. ഇലാഹ് എന്ന പദത്തിൻ്റെ പൊരുളും അർത്ഥവും നമ്മൾ ഓർമ്മ പുതുക്കുമ്പോഴാണ് ഈ ഒരാശയം നമുക്ക് വ്യക്തമാകുന്നത്. നമ്മൾ മുമ്പ് ഇലാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇലാഹ് എന്നത് വ്യുൽപ്പന്നമായതെങ്ങനെ ഒരു ചർച്ച പഠിച്ചു പോയിട്ടുണ്ട്. അലഹ യലുഹു എന്ന ക്രിയയുടെ അതിൽ നിന്ന് വ്യുൽപ്പന്നമാണ് ഇലാഹ്. അലഹ യലുഹു എന്ന് പറഞ്ഞാൽ അബദ യഅ്ബുദു, ആരാധിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇലാഹ് എന്നത് ആരാധ്യൻ. അതേപോലെ ഇലാഹ് എന്ന നാമത്തിൻ്റെ ക്രിയ അലിഹ യലഹു എന്നാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അർത്ഥം തഹയ്യറ എന്നാണ്. കാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതിനാൽ ലാ തുദ്രികുഹുൽ അബ്സാർ എന്നാണല്ലോ, ദൃഷ്ടി അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആ നിലക്ക് ആളുകൾ തഹയ്യുറിലാണ്, ഒരുവിധം അങ്കലാപ്പിൽ. ചിലർ പറഞ്ഞു അലഹ യലിഹു, അതിൽ നിന്നാണ് ഇലാഹ്. അലഹ യലിഹു എന്ന് പറഞ്ഞാൽ ഖസദ യഖ്സിദു, ലക്ഷ്യമാക്കി, ഉദ്ദേശിച്ചു. എല്ലാവരും ലക്ഷ്യമാക്കുന്നവനാണ് അള്ളാഹു, അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഇലാഹ്. ചിലർ പറഞ്ഞു ലാഹ എന്നതിൽ നിന്നാണ് ഇലാഹ്, മറഞ്ഞു എന്നാണ് ലാഹയുടെ അർത്ഥം, അള്ളാഹു കൺമറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ. മറ്റു ചിലർ പറഞ്ഞു ലാഹ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിൽ നിന്ന് ഉയർന്ന് അവരുടെ മീതെയാണ്. ഇലാഹ എന്ന് പറയും സൂര്യന്, സൂര്യൻ അത്യുന്നതങ്ങളിൽ ഉദിച്ച് ജ്വലിച്ച് നിൽക്കുമ്പോൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാഹ് എന്ന് അതിനാൽ പറയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഈ ഒരു നാമത്തിൻ്റെ വിഷയത്തിൽ വായിക്കുന്ന ചർച്ചകളാണ്. അലഹ യലുഹു എന്നതിൽ നിന്നാകുമ്പോൾ ഇലാഹ് ആരാധ്യൻ,
ആലിഹ യഅ്ലഹു എന്നതിൽ നിന്നാകുമ്പോൾ ഇലാഹ് ആളുകൾക്ക് ദൃഷ്ടിയിൽ തെളിഞ്ഞ് കാണാത്തവൻ എന്ന അർത്ഥത്തിൽ, അലഹ യഅ്ലിഹു എന്ന ക്രിയയിൽ നിന്നാണ് ഇലാഹ് എങ്കിൽ ആളുകൾ പടപ്പുകൾ ഉദ്ദേശിക്കുന്നവൻ ലക്ഷ്യമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ, ലാഹ എന്നതിൽ നിന്നാണ് എങ്കിൽ പടപ്പുകളിൽ നിന്ന് മറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ, അതേപോലെ ലാഹ എന്നതിൽ നിന്നാണ് എങ്കിൽ മറ്റൊരർത്ഥം ഉയർന്ന് ഉന്നതങ്ങളിലുള്ളവൻ എന്ന അർത്ഥത്തിൽ. ഏതായാലും ഞാൻ ഇവിടെ ഇലാഹ് എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ ഉണർത്തിയത് 3 തവണ ആയത്തിൽ ഇലാഹ് എന്നത് വന്നു. അള്ളാഹുവിൻ്റെ മഹത്വം, ഗാംഭീര്യം, പ്രൗഢി, ആളുകൾ പ്രതീക്ഷിക്കുന്നവൻ, കാക്ഷിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, ഭയപ്പാടോടുകൂടിയും ഗാംഭീര്യം വകവെച്ചും ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്നൊക്കെയാണ് ഈ ആയത്തിൻ്റെ തുടക്കം. ഇലാഹ് എന്നത് 3 തവണ ആവർത്തിച്ചു വന്നപ്പോൾ ആശയത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിഷയത്തിൽ റഹ്ബത്ത്, നമുക്ക് പേടിയും ഗൗരവവും ഉള്ളതുപോലെ തന്നെ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് റഗ്ബത്ത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പ്രതീക്ഷയും ആഗ്രഹവും പൂതിയുമൊക്കെ. റഹ്ബത്തിനെ കുറിച്ച് ആയത്തിൻ്റെ തുടക്കം പ്രതിപാദ്യമായപ്പോൾ റഗ്ബത്തിനെ കുറിച്ച് ആയത്തിൻ്റെ ഒടുക്കം പ്രതിപാദ്യമായി. അതാണ് അർ-റഹ്മാനു അർ-റഹീം. ലാ ഇലാഹ ഇല്ലാഹു എന്നതിന് ശേഷം പിന്നെ അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞു. അർ-റഹ്മാൻ അർ-റഹീം എന്നുള്ളത് വ്യാകരണപ്രകാരം ഖബറാണ്, പ്രസ്താവനയാണ്. ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്? അതിൻ്റെ മുബ്തദ അത് പറയപ്പെട്ടിട്ടില്ല. അത് അവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്നതിന് ശേഷം ഹുവർ റഹ്മാനുർ റഹീം എന്നാണ്. ഹുവ എന്ന മുബ്തദ അവിടെ പറയപ്പെട്ടില്ല. പക്ഷെ അത് നന്നേ വ്യക്തമാണ്. അതുകൊണ്ടാണ് അർത്ഥം പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥ ആരാധ്യൻ ആരുമേ ഇല്ല. അർ റഹ്മാനുർ റഹീം, അവൻ അർ റഹ്മാനാകുന്നു, അർ റഹീമാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്. അർ റഹ്മാൻ അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണമാണ്. വിപുലമായ വിശാലമായ കരുണയുള്ളവൻ, കരുണ നിറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ. അർ റഹീം അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ വിശേഷണമാണ്. വിശാലമായി വിപുലമായി കരുണ കനിയുന്നവൻ, ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ. അർ റഹ്മാൻ, അർ റഹീം എന്നീ നാമങ്ങൾ ചേർന്ന് വരുമ്പോൾ അർ റഹ്മാൻ അത് അള്ളാഹുവിൻ്റെ അർ റഹ്മത്തുൽ വാസിഅ, വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്നു. അർ റഹീം അള്ളാഹുവിൻ്റെ അർ റഹ്മത്തുൽ വാസില, അള്ളാഹു കനിയുന്ന റഹ്മത്തിനെ അറിയിക്കുന്നു. അർ റഹ്മത്തുൽ വാസിഅയും അർ റഹ്മത്തുൽ വാസിലയും അള്ളാഹുവിനെ അറിയിക്കുന്ന 2 നാമങ്ങളാണ്. ചേർന്ന് വരുമ്പോൾ അർ റഹ്മാനും അർ റഹീമും. റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, നിങ്ങളുടെ റബ്ബ് വിശാലമായ റഹ്മത്തുള്ളവനാകുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിപുലമായി വിശാലമായി വർത്തിക്കുന്നു. കതബ അലാ നഫ്സിഹി റഹ്മ, സ്വന്തത്തിൽ റഹ്മത്ത് വിധിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ളവനാണ് അർ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമം അർ റഹ്മാൻ എന്ന നാമം അള്ളാഹ് എന്ന നാമം പോലെ അള്ളാഹുവിന് പ്രത്യേകമായുള്ള നാമമാണ്. അള്ളാഹ് എന്ന നാമം കഴിഞ്ഞാൽ പല പ്രാമാണികരും അള്ളാഹുവിന് രണ്ടാമതെണ്ണിയ നാമം അർ റഹ്മാൻ എന്നുള്ളതാണ്. ഒരാൾക്കും പേര് വെക്കൽ പോലും അനുവദനീയമല്ലാത്ത നാമമാണ് അർ റഹ്മാൻ എന്നുള്ളത്. ഖുൽ ഉദ്ഉല്ലാഹ അവിദ്ഉർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹ് എന്ന് ദുആ ചെയ്തോളൂ, അർ റഹ്മാൻ എന്ന് ദുആ ചെയ്തോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അള്ളാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ പോലെ അള്ളാഹുവെ വിളിക്കാൻ അള്ളാഹു നിശ്ചയിച്ച പറഞ്ഞ നാമമാണ് അർ റഹ്മാൻ എന്നുള്ള ഈ ഒരു നാമം. ചരിത്രത്തിൽ അൽ കെദ്ദാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ക്രൂരനാണ്, ഒരു വ്യാജവാദിയാണുള്ളത്. അതാരാണ്? അതെന്തുകൊണ്ടാണ്? അതാണ് മുസൈലിമത്തുൽ കെദ്ദാബ്, പെരുങ്കള്ളൻ മുസൈലിമ. എന്തുകൊണ്ടാണ് മുസൈലിമ അൽ കെദ്ദാബായത്? അവൻ തന്നെക്കുറിച്ച് റഹ്മാൻ എന്ന് ജൽപ്പിച്ചു. റഹ്മാനുൽ യമാമ, യമാമയിലെ റഹ്മാൻ താൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നേക്കുമായി അൽ കെദ്ദാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. മുസൈലിമത്തുൽ കെദ്ദാബാണ് അൽ കെദ്ദാബ്. ബനു ഹനീഫ ഗോത്രക്കാരനായ മുസൈലിമത്തുൽ കെദ്ദാബ് മുസൈലിമത്തുൽ ഹനഫിയായിരുന്നു. പക്ഷെ ഇങ്ങനെ അള്ളാഹുവിന് പ്രത്യേകമായ ആ ഒരു നാമത്തെ തനിക്ക് നാമമാക്കിയപ്പോൾ എന്നും ദുഷ്കീർത്തിയിൽ പെരുങ്കള്ളൻ എന്ന പേരിൽ മുസൈലിമ തരം താഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. ഏതായാലും ഇവിടെ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനം അവസാനിപ്പിക്കുമ്പോൾ അർ റഹ്മാനുർ റഹീം
എന്ന 2 നാമങ്ങൾ കൊണ്ടാണ് അവസാനിപ്പിച്ചത്. അതിലെ പൊരുളെന്ത് എന്ന് മനസ്സിലാക്കാനാണ് ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അർ-റഹ്മാൻ അർ-റഹീം എന്ന നാമങ്ങളുടെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി. വിശദമായി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതിനാൽ അതിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ വിസ്തരിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച വിഷയം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതുകയുണ്ടായിട്ടുണ്ട്. എന്തിന്? ഇസ്മുല്ലാഹിൽ അഅ്ദം നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകം വായിക്കുന്നതിന് വേണ്ടി. ആ ഒരു വിഷയമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ മകൾ അസ്മാ ബിന്ത് യസീദ് ഇബ്നു സക്കൻ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഈ അസ്മാ ബിന്ത് യസീദ് ഉമ്മു സലമ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മഹദിയാണ്. അവർ അൻസാരി സ്ത്രീയാണ്. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയും ഉമ്മു സലമത്തൽ അൻസാരിയത്തുൽ അഷ്ഹലിയ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹദി അസ്മ ഉദ്ധരിക്കുന്നത് ഇപ്രകാരം: ഇസ്മുല്ലാഹിൽ അഅ്ളമു ഫി ഹാതൈനിൽ ആയതൈനി, ഈ 2 ആയത്തുകളിലാകുന്നു ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അൽ അഅ്ളമായ അതിമഹനീയമായ നാമം. എന്നിട്ട് തിരുനബി ഓതി വ ഇലാഹുകും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർ-റഹ്മാനുർ റഹീം. ആദ്യം ഓതി ഈ ആയത്ത്, അതാണ് നമ്മുടെ ഈ വിശുദ്ധ വചനം. പിന്നെ തിരുനബി പറഞ്ഞു വഫാത്തിഹത്തി ആലി ഇമ്രാൻ, ആലി ഇമ്രാൻ്റെ തുടക്കത്തിലെ വചനവും. ഏതാണത്? അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരിചയപ്പെടുത്തി ഈ 2 ആയത്തുകളിൽ. ഒന്നാമത്തെ ആയത്തിൽ അർ-റഹ്മാനുർ റഹീം എന്നുള്ളതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം. രണ്ടാമത്തെ ആയത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തെ ആയത്തിൽ അർ-റഹ്മാനുർ റഹീം ബിൽ ഇദാഫത്തി ഇലാ മാ സബഖഹ, അർ-റഹ്മാനുർ റഹീം എന്നുള്ളത് അതിനെ മുൻകടന്നതിനെ ചേർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അർ-റഹ്മാനുർ റഹീം എന്ന നമ്മുടെ ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ളത് എന്താണ്? ലാ ഇലാഹ ഇല്ലാഹു എന്നാണ്. അപ്പോൾ ഇസ്മുല്ലാഹിൽ അഅ്ളം ഏതാണ്? ലാ ഇലാഹ ഇല്ലാഹു അർ-റഹ്മാനുർ റഹീം എന്നുള്ളതാണ് നമ്മുടെ ഈ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 163 ആയത്തിൽ ഇസ്മുല്ലാഹിൽ അഅ്ളം. രണ്ടാമത്തെ ആയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹയ്യുൽ ഖയ്യൂം ബിൽ ഇദാഫത്തി ഇലാ മാ സബഖഹ, ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ളമാണ്. അതിൻ്റെ മുമ്പുള്ളത് അതിലേക്ക് ചേർത്തുകൊണ്ട്. ഏതാണ് ആ മുമ്പുള്ളത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നത്. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലാഹു എന്നത് ഇസ്മുല്ലാഹിൽ അഅ്ളമിൽ അനിവാര്യ ഘടകമാണ്, അഭിവാജ്യ ഘടകമാണ്. കാരണം ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ പരിചയപ്പെടാൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആയത്തുകൾ ഓതിയപ്പോൾ അർ-റഹ്മാൻ അർ-റഹീം അൽ ഹയ്യുൽ ഖയ്യൂം എന്നീ ആയത്തുകളുടെ തൊട്ട് മുമ്പ് ഈ ലാ ഇലാഹ ഇല്ലാഹു എന്നത് പരാമൃഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ പരിചയപ്പെടുത്താൻ ഈ ആയത്ത് ഓതി തന്നു നമുക്ക്. വ ഇലാഹുകും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർ-റഹ്മാനുർ റഹീം. എന്തിനാണ് ഈ ഒരു വിഷയം നമ്മൾ ഈ ആയത്തിനെ പഠിക്കുമ്പോൾ പ്രത്യേകം വായിക്കുന്നത്, പ്രത്യേകം പഠിക്കുന്നത്? അതൊരു ചുരുളയിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു അന്ധവിശ്വാസത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. ചില തൽപര കക്ഷികൾ, സൂഫി ചിന്താഗതിക്കാർ കൊണ്ടു നടക്കുന്ന വ്യാജവിശ്വാസത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണത്? ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നൊരു പേര് അള്ളാഹുവിനുള്ളത് ഹദീസുകൾ വ്യക്തമാക്കിയതാണ്. ഒന്ന് നമ്മുടെ ഈ ഹദീസ് അസ്മാ ബിന്ത് യസീദിൻ്റെ ഹദീസ്, മറ്റൊന്ന് അബൂ ഉമാമയിൽ നിന്നുള്ള ഹദീസ്. ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അൽ അഅ്ളമായ ഇസ്ം പേര്, അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, ആ നാമം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കനിയും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ആ ഇസ്ം ഫി സുവരിൻ സലാസിൻ 3 സൂറത്തുകളിലാണ്. എന്നിട്ട് തിരുനബി പറഞ്ഞു അൽ ബഖറത്തി വ ആലി ഇമ്രാന വ താഹ, സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആലി ഇമ്രാനിലും സൂറത്ത് താഹയിലുമാണ്. ആ 3 സൂറത്തുകളിൽ പറഞ്ഞ ആയത്തുകൾ ഏതാണ്? അതൊന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണ്. മറ്റൊന്ന് സൂറത്ത് ആലി ഇമ്രാന്റെ തുടക്കത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ്. മൂന്നാമത്തെ സൂറത്ത് താഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ആയത്തിലാണ്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം അങ്ങനെ ഒരു ഇസ്മിനെ സ്ഥിരീകരിക്കുകയാണ്. മറ്റൊരു തിരുമൊഴി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്
ഒരു വ്യക്തി നിസ്കരിച്ചു, നിസ്കാരത്തിനൊടുവിൽ തശഹുദ് നിർവഹിച്ചു, എന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക് അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് ദുൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം ഇന്നി അസ്അലുക്. ഇതാണ് ആ വ്യക്തിയുടെ ദുആ. ഈ ദുആ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, അതദ്റൂന ബിമ ദഅ അല്ലാഹ്, നിങ്ങൾക്കറിയുമോ അദ്ദേഹം എന്തുകൊണ്ടാണ് അള്ളാഹുവോട് ദുആ ചെയ്തതെന്ന്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അഅ്ദം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വ ഇദാ സുഇല ബിഹി അഅ്താ. അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ദം കൊണ്ടാണ് അയാൾ ദുആ ചെയ്തത്. ആ ഇസ്മുൽ ആദം കൊണ്ട് ദുആ ചെയ്താൽ അതിൻ്റെ പ്രത്യേകത, അത് ചൊല്ലി അള്ളാഹുവോട് തേടിയാൽ അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹുവിനോട് യാചിച്ചാൽ യാചിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയും എന്നുള്ളതാണ്. ഇതേപോലെ ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ. ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്മുല്ലാഹിൽ ആദം കൊണ്ടുള്ള ദുആയെ റസൂൽ അറിയിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആണയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ ഇസ്മുൽ അഅ്ദം കൊണ്ടുള്ള ദുആയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കനിയും, അതുകൊണ്ട് യാചിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യാചിച്ചത് ഏകുകയും ചെയ്യും എന്ന്. ഞാനിവിടെ ഇസ്മുല്ലാഹിൽ അഅ്ദം എന്നൊരു നാമം അള്ളാഹുവിനുണ്ട്. അതിന് പ്രത്യേകതയും സവിശേഷതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമൊഴികളിൽ ഈ ഒരു വിഷയം പലതിലായി ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ വിശുദ്ധ വചനം അത് ഇസ്മുല്ലാഹിൽ അഅ്ദമിനെ ഉൾക്കൊള്ളുന്ന വചനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു, വിശദീകരിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് ഈ കാര്യം പറഞ്ഞത് നമ്മൾ പ്രത്യേകം വായിക്കുന്നത്? അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ചില സൂഫികൾ, അവരുടെ ജൽപ്പനം ഇസ്മുല്ലാഹിൽ അഅ്ദം അത് തീർത്തും സ്വകാര്യമാണ്, പരമരഹസ്യമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ചിലർക്ക്, പ്രത്യേകക്കാർക്ക് മാത്രമാണ് അത് പ്രാപ്യം. അള്ളാഹു അവരെ മാത്രമാണ് അത് അറിയിച്ചിട്ടുള്ളത്. സൂഫി ഷെയ്ഖുമാർ തങ്ങൾ അറിഞ്ഞത് ആർക്കെങ്കിലും പകർന്നെങ്കിൽ, ആർക്കെങ്കിലും നൽകിയെങ്കിൽ അവർക്ക് മാത്രമേ ഈ ഇസ്മുൽ ആദം കൊണ്ട് തേടാനും തേടി നേടാനും അവസരമുള്ളൂ. ഈ സൂഫി ഷെയ്ഖുമാരാണ് ഇസ്മുല്ലാഹിൽ ആദം കൊണ്ട് ദുആയിരക്കുവാൻ അവസരമുള്ളവർ, അവകാശമുള്ളവർ. അതുകൊണ്ട് പാമരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബഹുമാനിച്ചും ആദരിച്ചും അവർക്ക് ഖാദിമുകളായും അവർക്ക് സമർപ്പിച്ചും കഴിഞ്ഞുകൂടിയാൽ ഇസ്മുൽ ആദം വശമുള്ള ഇവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് വേണ്ടി തേടും. അങ്ങനെ ഇവർ പുരോഹിതന്മാരായി പാമര ജനങ്ങളെ തങ്ങളുടെ ചട്ടുകങ്ങളും തങ്ങളുടെ സേവകരുമാക്കി കൊണ്ടു നടക്കുകയാണ് ഇത്തരം സൂഫികൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാമരന്മാരിൽ നിന്ന് അള്ളാഹു ഇസ്മുൽ ആദമിനെ മറച്ചു വെച്ചത് എന്ന് ഇത്തരം സൂഫികളോട് ചോദിച്ചാൽ, ഇസ്മുൽ ആദം കൊണ്ട് നിരർത്ഥകമായ ദുആ പാമരന്മാർ നിർവഹിക്കാതിരിക്കാൻ സൂഫി ഷെയ്ഖുമാർ അള്ളാഹുവിൻ്റെ സ്വകാര്യവും രഹസ്യവും സൂക്ഷിക്കുന്നതിൽ നിർഭയരാണ്. അതുകൊണ്ട് അള്ളാഹു പാമരന്മാരെ തൊട്ട് ഇത് വിലക്കി ഇത്തരം പ്രത്യേകക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുകൊടുക്കുകയും കനിയുകയും ചെയ്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജ ഹദീസുകൾ വരെ ഈ വിഷയത്തിൽ ചിലർ നിർമ്മിച്ചിട്ടുണ്ട്. കള്ള ഹദീസുകൾ. അനസിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ് ഇസ്മുല്ലാഹിൽ ആദമിനെ കുറിച്ച്. തിരുനബി അള്ളാഹുവിനോട് ഇസ്മുല്ലാഹിൽ ആദം ചോദിച്ചപ്പോൾ ജിബ്രീൽ വന്നു ഇസ്മുൽ ആദമുമായി. എങ്ങനെ? മഖ്സൂനൻ മഖ്തൂമൻ എന്നാണ്, പരസ്യമായിട്ടല്ല. പിന്നെയോ സുരക്ഷിതമായി മുദ്ര വെക്കപ്പെട്ട നിലക്ക് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്മുല്ലാഹിൽ ആദം കൊണ്ടുവന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ മഖ്സൂൻ. ജിബ്രീൽ ഇസ്മുല്ലാഹിൽ ആദമുമായി വന്നു. മഖ്സൂനൻ മഖ്തൂമൻ എന്നാണ്. മഖ്സൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഖസനയിൽ, മഖ്തൂമൻ എന്ന് പറഞ്ഞാൽ സീല് വെക്കപ്പെട്ട നിലക്ക്, മുദ്ര ചാർത്തപ്പെട്ട നിലക്ക്. അപ്പോൾ അതുകൊണ്ടുള്ള ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ മഖ്സൂനിൽ മുതഹ്ഹറിൽ മുഖദ്ദസിൽ മുബാറക് അൽ ഹയ്യിൽ ഖയ്യൂം. അള്ളാഹുവെ, സുരക്ഷിതമായ, സംശുദ്ധമായ, വിശുദ്ധമായ, അനുഗ്രഹീതമായ നിന്റെ നാമത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. ഏതാണ് ആ നാമം? അൽ ഹയ്യിൽ ഖയ്യൂം, അതാണ് നാമം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു എന്നാണ്, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ് അല്ലിംനീഹി. തിരുദൂതരെ, ഇസ്മുല്ലാഹിൽ ആദം എന്നെ പഠിപ്പിച്ചാലും
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു എന്നാണ്, നുഹീന അൻ തഅലീമിഹിൻ നിസാഅ വസ്സിബിയാന വസ്സുഫഹ, സ്ത്രീകളെയും കുട്ടികളെയും വിവരദോഷികളെയും ഇത് പഠിപ്പിക്കുന്നത് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. വ്യാജമാണിത്, കള്ളവാർത്തയാണിത്. സൂഫികൾ വ്യാജമായി എഴുന്നള്ളിച്ച ഒരു വാർത്തയാണിത്. ഞാനിത് കൊണ്ടുവന്നത് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന പേരിൽ അള്ളാഹുവിന് പറയപ്പെട്ട ആ പേരിൻ്റെ വിഷയത്തിൽ പല സൂഫികളും ചൂഷകരാണ്. പാമരജനങ്ങളെ അവർ പറ്റിക്കുന്നവരാണ്. ആദർശവും ആശയവും അവരുടെ കാശുമൊക്കെ ഒരുപോലെ പിടുങ്ങാൻ അവരുടെ ഒരു വാദമാണ് അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമം ഇസ്മുല്ലാഹിൽ അഅ്ളം. അത് പാമരന്മാരിൽ നിന്ന് മറക്കപ്പെട്ടതാണ്. അത് പ്രത്യേകക്കാർക്ക് മാത്രം അള്ളാഹു കനിഞ്ഞതാണ് എന്നുള്ളത്. സൂഫികളുടെ ഒരു കഥയുണ്ട്. ഇബ്രാഹിം ബിനു അദ്ഹം വലിയ സമ്പന്നനായിരുന്നു ഒരു കാലത്ത്. പിതാവ് ഏറെ സ്വത്തും സേവകരും വാഹനങ്ങളുമൊക്കെയുള്ള ഒരാൾ. ഇബ്രാഹിം ഇബ്നു അദ്ഹമാകട്ടെ ഭൗതികാസക്തിയിൽ പിതാവിൻ്റെ സ്വത്തിൽ യഥേഷ്ടം അത് ഉപയോഗിച്ച് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. ഒരിക്കൽ നായാട്ടിനിറങ്ങി തൻ്റെ കുതിരപ്പുറത്ത്. അങ്ങനെ നായാടുന്ന വേളയിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കവേ ഒരു ശബ്ദം കേട്ടു എന്നാണ്. ഇബ്രാഹിം, ഇതെന്താണ് ഇങ്ങനെ ഒരു കളി ജീവിതം? ഇതിനു വേണ്ടിയാണോ താൻ സൃഷ്ടിക്കപ്പെട്ടത്? ഇതുകൊണ്ടാണോ താൻ കൽപ്പിക്കപ്പെട്ടത്? ഇതൊരു അശരീരിയായിരുന്നു. അതിൻ്റെ ഒടുക്കം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ എന്ന ആയത്തും കേട്ടു എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാം ആയത്ത്. നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളെ നാം വെറുതെ പടച്ചിട്ടിരിക്കുകയാണ് എന്ന്? എന്നിട്ട് ആ ശരീരി തുടരുന്നത്, ഇത്തഖില്ലാ അലൈക ബിസ്സാദ് ലിയൗമിൽ ഫാഖ, അള്ളാഹുവിനെ സൂക്ഷിച്ചോ, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു നാൾ വരാനിരിക്കുന്നു, അവിടത്തേക്ക് പാതേയം ഒരുക്കിക്കോ. പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ഒരു വസിയത്ത് അത് കേട്ടു എന്നാണ്. അതോടുകൂടി ഇബ്രാഹിം ബിൻ അദ്ഹം തൻ്റെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി ദുനിയാവിനെ തിരസ്കരിച്ചു. തൻ്റെ പിതാവിന് ആടുകളെ, മാടുകളെ, ഒട്ടകങ്ങളെ നോക്കുന്ന ഒരു ഇടയനെ കണ്ടപ്പോൾ ആ ഇടയൻ്റെ വസ്ത്രം വാങ്ങി തൻ്റെ കുതിരയെ ആ ഇടയനെ ഏൽപ്പിച്ചു. തൻ്റെ കൂടെയുള്ളതും ആ ഇടയന് നൽകി. അങ്ങനെ ഗ്രാമീണ ജീവിതത്തിലേക്ക്, വിരക്ത ജീവിതത്തിലേക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം പ്രവേശിച്ചു എന്നാണ്. ഗ്രാമീണതയിൽ അലഞ്ഞു നടക്കവേ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ആ വ്യക്തി ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് ഇസ്മുല്ലാഹിൽ അഅ്ളം പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം അതുകൊണ്ട് ദുആ ചെയ്തു. അങ്ങനെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടി. ഖദിർ പറഞ്ഞു, അങ്ങേ ഇസ്മുല്ലാഹിൽ അഅ്ളം പഠിപ്പിച്ചത് എൻ്റെ സഹോദരൻ ദാവൂദാണ്. ഇതൊക്കെ സൂഫികൾ കൊണ്ടു നടക്കുന്ന, പ്രചരിപ്പിക്കുന്ന കഥകളാണ്. ഏതിൻ്റെ വിഷയത്തിൽ? ഈ ഇസ്മുല്ലാഹിൽ അഅ്ളമിൻ്റെ വിഷയത്തിൽ. ഇതൊന്നും സ്ഥിരപ്പെട്ടതോ ബലപ്പെട്ടതായ നിവേദനമേ അല്ല. പക്ഷെ ഞാനിതിവിടെ ഉദ്ധരിച്ചത്, ഉണർത്തിയത്, ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന പേരിലൊരു നാമം പഠിപ്പിക്കപ്പെട്ടത്, പറയപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്, അത് പ്രത്യേകം ചില ആളുകൾക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കൊന്നും അത് പ്രാപ്യമല്ല എന്ന് പറഞ്ഞ് ചൂഷകരാകുന്ന ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ഇതിൽ ഇസ്മുല്ലാഹിൽ അഅ്ളം ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. തഫ്സീർ പഠനം നമ്മൾ കാര്യക്ഷമമാക്കുമ്പോൾ, അത് കൃത്യമാക്കുമ്പോൾ, വിശ്വാസപരമായ ഇത്തരം വിഷയങ്ങൾ തിരുത്തുവാനും നമുക്ക് ഉൾക്കാഴ്ചയും ശരിയും ഉണ്ടാകാനും നമുക്ക് അവസരം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാലാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി വ ഇലാഹുക്കും ഇലാഹു വാഹിദൻ തുടങ്ങുന്ന നമ്മുടെ ഈ ആയത്തോതി, അതേപോലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തോതി ഇസ്മുല്ലാഹിൽ അഅ്ളം ഫി ഹാതൈനിൽ ആയതൈൻ, ഈ രണ്ട് വചനങ്ങളിലുമാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ ലോകരെ അറിയിച്ചു. ഇത് തനിക്കോ പ്രത്യേകക്കാർക്കോ സ്വകാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാർത്ഥമാക്കിയില്ല. നമ്മൾ തിരുമൊഴികൾ പലത് കേട്ടു. ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരെ പഠിപ്പിച്ചതായുള്ള ഇസ്മുല്ലാഹിൽ അഅ്ളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നാമമുള്ളത് അറിയിച്ചു, അതിൻ്റെ പ്രത്യേകത അറിയിച്ചു. എന്നിട്ട് അതേത് എന്നത് പലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെയും ഇസ്മുല്ലാഹിൽ അഅ്ളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ എണ്ണിയപ്പോൾ ആ വിഷയത്തിൽ വന്ന പ്രമാണവചനങ്ങൾ, തിരുമൊഴികൾ, അതിനെ മുഖവിലക്കെടുത്ത് പല നാമങ്ങൾ ഇസ്മുല്ലാഹിൽ അഅ്ളമാണെന്ന് വിധിച്ചിട്ടുണ്ട്. 14ഓളം അഭിപ്രായങ്ങൾ ചിലർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർ അതിനേക്കാൾ കൂടുതലും ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ എണ്ണിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല, അള്ളാഹുവിൻ്റെ അതിമഹനീയമായ നാമം, അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം. മറ്റു ചിലർ പറഞ്ഞു അർ റഹ്മാനുർ റഹീം, നമ്മുടെ ഈ ആയത്തിൽ ആ രണ്ട് നാമങ്ങളാണല്ലോ ഉള്ളത്. ചിലർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാഹു
അർ റഹ്മാനുർ റഹീം. അതിനും തെളിവ് നമ്മുടെ ഈ വചനം. മറ്റു ചിലർ പറഞ്ഞു അൽ ഹയ്യുൽ ഖയ്യൂം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ പല പ്രാമാണികരും അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്നതിനെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥവും പ്രത്യേകതയും അതിനെ പരിഗണിച്ചും അള്ളാഹുവിൻ്റെ മറ്റ് നാമങ്ങളെല്ലാം വിശേഷണങ്ങളെല്ലാം ഈ രണ്ട് നാമങ്ങളെ ആശ്രയിച്ചാണെന്ന പരിഗണനയിലുമൊക്കെ അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്ന് ഇതുപോലത്തെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അർ റഹ്മാനുർ റഹീം അതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദി ദുൽ ജലാലി വൽ ഇക്റാം അൽ ഹയ്യുൽ ഖയ്യൂം അതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്ന് പറഞ്ഞവരുണ്ട്. ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ അഹദുസ് സമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നത് ഇസ്മുല്ലാഹിൽ ആളമാണെന്ന് പറഞ്ഞവരുണ്ട്. അർ റബ്ബ് എന്നത് ഇസ്മുല്ലാഹിൽ ആളമാണെന്ന് പറഞ്ഞവരുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് ഇസ്മുല്ലാഹിൽ ആളമാണെന്ന് വിധിച്ചവരുണ്ട്. ചിലർ ലാ ഇലാഹ ഇല്ലല്ലാ അതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല അള്ളാഹുവിൻ്റെ നാമങ്ങളെയും ഇസ്മുല്ലാഹിൽ ആളമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഇസ്മുല്ലാഹിൽ ആളമാണ്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ പേരുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്നാണ്. അള്ളാഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ എല്ലാം, അത് അള്ളാഹുവിന് പ്രത്യേകമാണ്. അപ്പോൾ അൽ അസ്മാഉൽ ഹുസ്ന എല്ലാം എന്താണ്? ഇസ്മുല്ലാഹിൽ ആളമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് അള്ളാഹു 4 തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അൽ ഹുസ്നയാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന. അപ്പോൾ ഹുസ്നയായ ഇസ്മുകൾ, ഉദ്മയായ ഇസ്മുകൾ, മഹനീയമായ ഇസ്മുകൾ, നല്ല ഇസ്മുകൾ, അതൊക്കെ അള്ളാഹുവിന് പ്രത്യേകമാണ്. ആ ഇസ്മുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതേപോലെ തിരുമൊഴികളിൽ അറിയിച്ചതുമാണ്. എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് ഹുസ്നയും ഉദ്മയുമായിരിക്കെ, നല്ലതും മഹനീയവുമായിരിക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഇസ്മുല്ലാഹിൽ ആളമാണ്. അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കപ്പെട്ടത് കനിയും, ദുആ ചെയ്താൽ ഉത്തരം ഏകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ചിലർ പറഞ്ഞു ഏത് നാമമാണോ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ സത്താപരമായ സിഫാത്തിനെയും അതേപോലെ അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫാത്തിനെയും അറിയിക്കുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണങ്ങളെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ വിശേഷണങ്ങളെ അറിയിക്കുന്ന നാമങ്ങളെല്ലാം ഇസ്മുല്ലാഹിൽ ആളമാണ്. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു വിഷയം ഇവിടെ ഉദ്ധരിച്ചത് നമ്മുടെ ഈ ആയത്തിൻ്റെ ഈ ഒരു വിശദീകരണത്തിൽ ഈ സത്യദീൻ ഇത് ഏതെങ്കിലും പ്രത്യേകക്കാർക്ക് പ്രത്യേകമായി ആചരിക്കാനും അനുഷ്ഠിക്കാനും പാമരന്മാരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും മറച്ചു പിടിച്ച് അവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് അവർക്ക് നിഷേധിക്കപ്പെട്ട് വിധിവിലക്കുകൾ അവതരിപ്പിക്കപ്പെട്ട മതമല്ല എന്ന വിഷയം വായിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുല്ലാഹിൽ ആളമിനെ അറിയിച്ചത് എന്തിനാണ്? അത് മുൻനിർത്തി അള്ളാഹുവിനോട് തേടാനാണ്, എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നേടാനാണ്. അത് ഏതൊരു സാധാരണക്കാരനും അവസരം നൽകപ്പെട്ട വിഷയവും കാര്യവുമാണ്. ഇവിടെ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് തുടങ്ങുന്ന ഈ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ ഇസ്മുല്ലാഹിൽ ആളമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മെ ഉണർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മറച്ചു പിടിക്കുന്നില്ല. പ്രത്യേകക്കാർക്ക് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പ്രത്യേകമാക്കുന്നുമില്ല. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൈതൃകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറ അവകാശവും പറയുന്ന വാദിക്കുന്ന പലരും ഇന്ന് ചെയ്യുന്നത് എന്താണ്? അവർ മറച്ചു പിടിക്കുന്നു, പൂഴ്ത്തിവെക്കുന്നു, ചൂഷകരാകുന്നു, പാമരന്മാരെ പറ്റിക്കുന്നു. ഈ വിഷയങ്ങളിൽ, സമാന വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയും തിരിച്ചറിവും ഉണ്ടാകാനാണ് ഈ ഒരു മസ്അല ഇവിടെ ഒരു തിരുമൊഴിയെ ഉണർത്തി വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ഈ ആയത്തിൻ്റെ വിഷയമായ അള്ളാഹുവിനുള്ള ആരാധന. അതാണല്ലോ വിഷയം. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു എന്നുള്ളതാണല്ലോ വിഷയം. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നതിന് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഏകനായ ഇലാഹ് എന്ന ആശയം, ലാ ഇലാഹ ഇല്ലാഹു എന്ന ആ ആദ്യം പറഞ്ഞതിനെ ബലപ്പെടുത്തിയുള്ള
പിന്നീട് പറഞ്ഞ ആശയം, ഇതിൻ്റെ തെളിവ്, ഇതിനുള്ള പ്രമാണം, ഇവിടെ തൗഹീദുൽ ഉലൂഹിയയാണ് വിഷയം. ആരാധനയിൽ അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിനെ ഏകനാക്കൽ. അപ്പം അതിൻ്റെ പ്രൂഫ്, തെളിവ്, അതിനു വേണ്ട ന്യായങ്ങൾ, അതാണ് ഇനി നമുക്ക് തുടർന്ന് അടുത്ത വചനത്തിൽ പഠിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ വചനത്തിൽ 9 തെളിവുകൾ, അതും ഉജ്ജ്വലമായ, സുന്ദരമായ, വിഷയാധിഷ്ഠിതമായ 9 തെളിവുകൾ, അള്ളാഹുവാണ് യഥാർത്ഥ ആരാധ്യൻ എന്നതിൻ്റെ തെളിവുകൾ നിരത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതാണ് തുടർന്ന് പഠിക്കുവാനുള്ളത്. ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio.